ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സ്വാഗിദാസ്. HSA നാച്ചുറൽ സയൻസിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാമെന്ന് കരുതി വെയിറ്റ് ചെയ്താൽ നമുക്ക് പിന്നീട് റിവിഷനോ അതുപോലെ തന്നെ മുഴുവൻ ഭാഗങ്ങൾ കവർ ചെയ്യാനോ ഒക്കെ നമുക്ക് സമയം കിട്ടാതെ വരും. അപ്പോൾ എല്ലാവരും നേരത്തെ തന്നെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പലരും പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പലരും എക്സാം നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, കാരണം അത്രയും വലിയ സിലബസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. ടോട്ടൽ നമുക്ക് 8 മൊഡ്യൂളാണ് നമുക്ക് HSA നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ളത്. ഇതിൽ 4 മൊഡ്യൂൾ നമ്മുടെ സുവോളജി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ടോപ്പിക്സും അതിനുശേഷം വരുന്ന 5 മുതൽ 8 വരെയുള്ള മൊഡ്യൂൾ നമുക്ക് ബോട്ടണി ടോപ്പിക്സുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസിനെ കുറിച്ചൊന്ന് നോക്കാം. പാർട്ട് ബിയിൽ നമുക്ക് ആദ്യം മൊഡ്യൂൾ 1 നമുക്ക് ആനിമൽ ഡൈവേഴ്സിറ്റി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം പാർട്ട് ബി എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ 80 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരിക. ബോട്ടണിയിൽ നിന്നും സുവോളജിയിൽ നിന്നും കൂടെ നമുക്ക് 80 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മുടെ സുവോളജിയിൽ ഫസ്റ്റ് വരുന്നത് ആനിമൽ ഡൈവേഴ്സിറ്റി എന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഒരുപാട് ഫൈലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ +2 ലെവലിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരാ എന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം അതിൽ കൂടുതൽ നമുക്ക് ഈ ഒരു ആനിമൽ ഡൈവേഴ്സിറ്റി എന്നുള്ള ഈ ഭാഗത്ത് നിന്നും കൂടുതൽ നമുക്ക് വന്നിട്ടുള്ളത് ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള നമ്മുടെ +1 ബുക്കിലാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കുക. അതായത് നമ്മുടെ +1 ബുക്കിലാണ് ഈ ഒരു ആനിമൽ ഡൈവേഴ്സിറ്റിയുടെ ഫൈലങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പഠിക്കുക. അതിനോടൊപ്പം തന്നെ ഡിഗ്രി ലെവലിലേക്കും നമ്മളിത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ നിങ്ങൾ കവർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം നമുക്ക് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മാത്രമല്ല 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 4 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അത് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്, അതിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. ഇതിൽ പിന്നീട് നമുക്ക് വരുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചാണ്. കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ സാലിയൻ ഫീച്ചേഴ്സ് പഠിക്കണം. അപ്പോൾ നമ്മളിവിടെ ഓരോ ഫൈലങ്ങൾ പറയുമ്പോഴും നമ്മൾ സാലിയൻ ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സാലിയൻ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകമായിട്ട് നിങ്ങൾ അതിനൊരു ചെറിയൊരു നോട്ട് നിങ്ങൾ തയ്യാറാക്കുക. എല്ലാ ടോപ്പിക്സ് നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം. പക്ഷേ ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ ഫൈലം പഠിക്കുമ്പോഴും അതിൻ്റെ എക്സാമ്പിൾസ് ആദ്യം എഴുതുക. ദെൻ ആ ഒരു എക്സാമ്പിളുള്ള ആ ഒരു ഓർഗാനിസത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ബാക്കിയുള്ള പോയിന്റ്സ് കൂടി നിങ്ങൾ പഠിച്ചു പോവുക. ഇത് പറയാനുള്ള കാരണം ബോട്ടണിയുടെ പല കുട്ടികളും പറയാറുണ്ട് ഈ ഒരു ഭാഗം എപ്പോഴും ടഫാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഭാഗങ്ങളിൽ പിന്നീട് കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. ഇപ്പോൾ ഓരോ ഫൈലം പഠിക്കുക, അതിൻ്റെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസ് പഠിക്കുക, അതിനോടൊപ്പം അതിൻ്റെ ഓരോ പോയിന്റ്സ് പഠിക്കുക. ഈ പോയിന്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ഫൈലത്തിനും പ്രത്യേകമായിട്ട് വരുന്ന ആ ഫൈലത്തിൽ മാത്രം കാണുന്ന പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. അവിടുന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നീട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പാരസൈറ്റിക് പ്രോട്ടോസോവൻസിനെ കുറിച്ചാണ്. പാരസൈറ്റിക് പ്രോട്ടോസോവൻസിൽ 3 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക, ദെൻ ട്രിപ്പനോസോമ ഗാംബിയൻസ്, പ്ലാസ്മോഡിയം വൈവാക്സ്. ഇതിൻ്റെ മോർഫോളജി, ലൈഫ് ഹിസ്റ്ററി, പാത്തോജനിസിറ്റി, പ്രൊഫൈലാറ്റിക് മെഷേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ പഠിക്കേണ്ടതുണ്ട്. ദെൻ കിങ്ഡം ആനിമേലിയ. കിങ്ഡം ആനിമേലിയ ഇതിൽ ആദ്യം നമുക്ക് ഇവിടെ വരുന്നത് ലെവൽസ് ഓഫ് ഓർഗനൈസേഷനെ കുറിച്ച് പഠിക്കണം. പിന്നീട് നമ്മളിവിടെ ഓരോ ഫൈലങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫൈലം, നമ്മുടെ നോൺ കോഡേറ്റയിൽ വരുന്ന ഫൈലംസ് ആണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നോൺ കോഡേറ്റ, അത് പിന്നീടാണ് നമ്മൾ കോഡേറ്റയെക്കുറിച്ച് ഈ ഒരു സിലബസിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് പഠിക്കണം? നോൺ കോഡേറ്റയിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ നോൺ കോഡേറ്റയിൽ ഫൈലം സീലൻഡ്രേറ്റ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഫൈലം സീലൻഡ്രേറ്റ. ഈ ഒരു സീലൻഡ്രേറ്റയിൽ നമുക്ക് എക്സാമ്പിൾസ് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഏതൊക്കെയാണ് വരുന്നത് എക്സാമ്പിൾസിൽ? ഇതിൽ ക്ലാസസ് നോക്കുക. ഹൈഡ്രോസോവ, സ്കൈഫോസോവ, ആൻഡോസോവ, അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കാം. ഓക്കെ, ദെൻ അതോടൊപ്പം തന്നെ പോളിമോർഫിസം, സിലിണ്ടറേറ്റ്സിൻ്റെ പോളിമോർഫിസം കൂടി നിങ്ങൾ പഠിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഫൈലം എന്ന് പറയുന്നത് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് ആണ്.
പ്ലാറ്റി ഹെൽമിന്തസ് പഠിക്കുമ്പോൾ നമ്മുടെ +1 നമ്മൾ പഠിച്ച കാര്യങ്ങളും അതോടൊപ്പം ഡിഗ്രിയിൽ വരുന്ന ടോപ്പിക്സ്, അതായത് ഡിഗ്രിയിലാണ് നമ്മൾ ഈ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഭാഗങ്ങൾ പഠിക്കുക. അതിൽ നമുക്ക് ടെർബലേറിയയെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ ക്ലാസ് ട്രെമാറ്റോഡ, ദെൻ ക്ലാസ് സിസ്റ്റോഡ. അതിന് എക്സാമ്പിൾസും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഇനി അടുത്ത ഫൈലം നമുക്ക് വരുന്നത് ഫൈലം നെമാറ്റോഡയാണ്. ഫൈലം നെമാറ്റോഡ. ഇതിൽ ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കുക, ദെൻ അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കുക. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് ഇസ് ഫൈലം അനലിഡ. അനലിഡ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ജനറൽ ക്യാരക്ടേഴ്സ്, നമുക്ക് അനലിഡ്സിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കാനുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാമിൻ്റെ മീഡിയം എന്ന് പറയുന്നത് മലയാളമാണ്. അപ്പോൾ ഓരോ ടേംസും, എല്ലാ ടേംസും നമ്മൾ മലയാളത്തിൽ തന്നെ പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫൈലം അനലിഡ. അടുത്തതായിട്ട് നമുക്ക് അനലിഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അനലിഡ്സിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അനലിഡ്സിൻ്റെ 3 ക്ലാസ്സസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? പോളികീറ്റ, ദെൻ ഒലിഗോകീറ്റ, ദെൻ ഹിറുഡിനി. ഈ 3 ക്ലാസ്സുകളും അതിന് എക്സാമ്പിൾസും പഠിക്കാനുണ്ട്. ദെൻ പിന്നീട് നമുക്ക് വേർമി കൾച്ചറിനെ കുറിച്ചും ഈ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ഫൈലം ആർത്രോപോഡയാണ്. ഓക്കെ, ഫൈലം ആർത്രോപോഡ. ആർത്രോപോഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫൈലമാണ് ആർത്രോപോഡ എന്ന് പറയുന്നത്. ഇൻസെക്റ്റുകളാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ്സസ് പഠിക്കുക. ക്ലാസ്സസ് മെയിനായിട്ട് നമുക്ക് ക്രസ്റ്റേഷ്യ ഉണ്ട്, അതുപോലെ ഇൻസെക്റ്റ, ദെൻ മിറോസ്റ്റൊമാറ്റ, ദെൻ മൈരിയോപോഡ. ഇത്രയും ക്ലാസ്സുകളും അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കുക. ദെൻ നെക്സ്റ്റ് ഈസ് ഫൈലം ഒനിക്കോഫോറ. ഒനിക്കോഫോറ. അപ്പോൾ ഒനിക്കോഫോറയെ കുറിച്ച് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് പെരിപാറ്റസ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ അഫിനിറ്റീസും പഠിക്കുക. ദെൻ ഇവിടെ നമുക്ക് സോഷ്യൽ ഓർഗനൈസേഷൻ എന്നുള്ളൊരു ടോപ്പിക് കൂടി വരുന്നുണ്ട്. സോഷ്യൽ ഓർഗനൈസേഷൻ നമുക്കറിയാം, നമ്മളത് ഹണീബിയിലുള്ള സോഷ്യൽ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വ്യക്തമായി തന്നെ പഠിക്കണം. അതോടൊപ്പം തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് സെറികൾച്ചറാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സെറികൾച്ചറിനെ കുറിച്ച് പഠിക്കാം. ദെൻ നെക്സ്റ്റ് ഇസ് ഫൈലം മൊളസ്ക. അടുത്തതായിട്ട് നമുക്ക് ഫൈലം മൊളസ്കയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇതിൽ ക്ലാസ്സുകൾ, വ്യത്യസ്ത ക്ലാസ്സുകളെ കുറിച്ച് പഠിക്കണം. ഓരോ ക്ലാസ്സിനും വരുന്ന എക്സാമ്പിൾസ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ദെൻ അതോടൊപ്പം ഇവിടെ നമുക്ക് പേൾ കൾച്ചറിനെ കുറിച്ചും കൂടെ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഡിഗ്രി ലെവലിൽ പേൾ കൾച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഫൈലം കോഡേറ്റ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ഫൈലം കോഡേറ്റയാണ് വരുന്നത്. കോഡേറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നോട്ടോകോഡ് ഉള്ള അഥവാ പ്രാക്കശേരു ഉള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മലയാളം ടേംസ് തന്നെ നിങ്ങൾ പഠിക്കണം, കാരണം എക്സാം നമുക്ക് ഓരോ ടേംസും മലയാളത്തിൽ തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ അടുത്തത് ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റയിൽ നമുക്കതിൻ്റെ സബ് ഫൈലങ്ങളെ കുറിച്ചും ദെൻ ഡിവിഷൻസിനെ കുറിച്ചും ഒക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കണം, ഓരോന്നിൻ്റെയും എക്സാമ്പിൾസും കൃത്യമായി തന്നെ പഠിക്കാം. അടുത്തതായിട്ട് നമ്മുടെ സിലബസിൽ വരുന്നത് ഫൈലം കോഡേറ്റയാണ്. കോഡേറ്റ്സിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കോഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നോട്ടോകോഡ് ഉള്ള ഓർഗാനിസംസ് ആണ്, അഥവാ പ്രാക്കശേരു ഉള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഡേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഡേറ്റയിൽ നമുക്കതിൽ വരുന്ന സബ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ ഡിവിഷൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇതിൽ സബ് ഫൈലം വരുന്നത് ആദ്യം നമുക്ക് യൂറോ കോഡേറ്റയെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ സെഫാലോകോഡേറ്റ, അതുപോലെ വേർട്ടിബ്രേറ്റ, ആഗ്നാത്ത, ദെൻ നാത്തോസ്റ്റൊമാറ്റ. ഇതിൻ്റെ എല്ലാം ജനറൽ ക്യാരക്ടേഴ്സും പഠിക്കുക. അതിൽ പ്രത്യേകം വരുന്ന എന്തെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക. അതോടൊപ്പം എക്സാമ്പിൾസും കൂടെ നോട്ട് ചെയ്ത് പഠിച്ചു പോവാം. ഓക്കെ, ഇനി അടുത്തത് നമുക്കിതിൻ്റെ വരുന്നത് കോഡേറ്റ്സിൽ വരുന്നത് സൂപ്പർ ക്ലാസ് ആണ്. സൂപ്പർ ക്ലാസ്, ഇതിൽ സൂപ്പർ ക്ലാസ് പിസസ് ആണ് ആദ്യം നമുക്ക് വരുന്നത്. പിസസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് പഠിക്കുക. അതിൽ നമ്മൾ കോൺട്രിക് തൈസിനെ കുറിച്ചും അതുപോലെ തന്നെ ഓസ്റ്റിക് തൈസിനെ കുറിച്ചും ഇതിൽ ചില ഡിഫറൻസുകളൊക്കെ ഉണ്ട്. ഓസ്റ്റിക് തൈസും കോൺട്രിക് തൈസും തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇതിന് എക്സാമ്പിൾസും അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതായത് കോൺട്രിക് തൈസിൻ്റെ എക്സാമ്പിൾസും പഠിക്കുക, ഓസ്റ്റിക് തൈസിനും എക്സാമ്പിൾസ് പഠിക്കുക. ഓക്കെ, ദെൻ
ഇനി നമുക്കിവിടെ ടെട്രാപോഡയിൽ അതിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് പഠിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ജനറൽ ക്യാരക്ടേഴ്സും കൂടെ പഠിക്കാനുണ്ട്. ദ നെക്സ്റ്റ് ഈസ് ക്ലാസസ്. അതിലാദ്യം ആംഫിബിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആംഫിബിയയിൽ വരുന്ന ഓർഡേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഓരോ ഓർഡേഴ്സിനും അതിനുള്ള എക്സാമ്പിൾസും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഇവരുടെ എല്ലാം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും കൂടെ നോട്ട് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് റെപ്റ്റീലിയ. ഉരകങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലേ. അതിൽ ജനറൽ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അതിന് എക്സാമ്പിൾസും പഠിക്കാം. ദെൻ അടുത്തത് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് വെനമസ് ആൻഡ് നോൺ വെനമസ് സ്നേക്സ് അല്ലേ. വിഷം ഉള്ള പാമ്പുകളും അതുപോലെ തന്നെ വിഷം ഇല്ലാത്ത പാമ്പുകളും. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഡിഗ്രി ലെവലിലുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മളത് താഴ്ന്ന ക്ലാസ്സുകളിലൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ വിഷമുള്ള പാമ്പുകളെക്കുറിച്ചും വിഷമില്ലാത്ത പാമ്പുകളെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് എക്സാമ്പിൾസ് സാധാരണ എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് പാമ്പുകളുടെ പേര് തന്നിട്ട് അതിലേതാണ് വിഷം ഉള്ള പാമ്പുകളെന്നും അല്ലെങ്കിൽ ഏതാണ് വിഷമില്ലാത്ത പാമ്പുകളെന്നും ആ രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അതോടൊപ്പം തന്നെ ഓരോ വിഷവും ഏതൊക്കെ ഭാഗങ്ങളെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ പ്രത്യേകം പഠിക്കണം. അടുത്തതായിട്ട് നമുക്ക് എയ്വ്സിനെ കുറിച്ചാണ് ഇവിടെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷികളെ കുറിച്ച് പഠിക്കാനുണ്ട്, അവരുടെ ജനറൽ ഫീച്ചേഴ്സ് പഠിക്കുക. ദെൻ അതോടൊപ്പം തന്നെ മൈഗ്രേഷൻ ഓഫ് ബേർഡ്സ്, ഡിഗ്രി ലെവലിൽ വരുന്ന കാര്യങ്ങളാണിതിൽ മൈഗ്രേഷൻ ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾസും മൈഗ്രേഷൻ കാണിക്കുന്ന ബേർഡ്സിന് എക്സാമ്പിൾസും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ദെൻ ഡെൻറ്റിഷൻ ഇൻ മാമൽസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 1 വരുന്നത്. ഇനി അടുത്തത് നമ്മുടെ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട്? ഫിസിയോളജി, ബയോ കെമിസ്ട്രി, ഡെവലപ്മെൻറ്റൽ ബയോളജി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നോക്കാനുള്ളത്. അപ്പോൾ ഫിസിയോളജി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ന്യൂട്രീഷനെ കുറിച്ച്, ഹ്യൂമൻ ന്യൂട്രീഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ നമ്മുടെ സർക്കുലേഷനെ കുറിച്ച് നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ റെസ്പിറേഷൻ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചും അതുപോലെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. ദെൻ ഇനി അടുത്തത് ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത് എക്സ്ക്രീഷനാണ്. എക്സ്ക്രീഷൻ അല്ലേ, വേസ്റ്റ് റിമൂവൽ അഥവാ എക്സ്ക്രീഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ മസിൽ ഫിസിയോളജി എന്നുള്ള ടോപ്പിക്കാണ് പിന്നീട് നമുക്ക് ഇവിടെ വരുന്നത്. ദെൻ നെർവ് ഫിസിയോളജിയെക്കുറിച്ച് ഇവിടെ വരുന്നുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ. ദെൻ എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി എന്ന് പറയുമ്പോൾ ഇതിൽ ഹോർമോൺസും ഓരോ ഹോർമോൺസും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഓരോ ഹോർമോണിൻ്റെ സെക്രീഷൻസ് വരുന്നത്, അതുപോലെ തന്നെ ഓരോ ഹോർമോൺസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓവർ സെക്രീഷൻ കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. ദെൻ ബയോ കെമിസ്ട്രി വരുന്നുണ്ട് ഈ ഒരു മൊഡ്യൂൾ 2. അതുപോലെ തന്നെ നമുക്ക് മെറ്റബോളിസം നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 2 ഇവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് നമുക്കിവിടെ ലിപ്പിഡ്സ്, എൻസൈംസിനെ കുറിച്ചും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ നോക്കാനുള്ളത് നമ്മുടെ ഡെവലപ്മെൻറ്റൽ ബയോളജിയാണ്. ഓക്കെ, ഡെവലപ്മെൻറ്റൽ ബയോളജിയിൽ അതിൽ കുറച്ച് തിയറീസ്, അതുപോലെ ഈ ഒരു നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, റീപ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ പിന്നീടുള്ള ബാക്കി ഡെവലപ്മെൻറ്റ്സ്, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പിന്നീട് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഫെർട്ടിലൈസേഷനെ കുറിച്ച്, അതായത് സ്പെർമും ഓവവും ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണല്ലോ നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ ടോപ്പിക്സ് ആക്കി ഇവിടെ എഴുതിയെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠനം സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ക്ലീവേജിനെ കുറിച്ച് ഇവിടെ പഠിക്കാനുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ. ദെൻ ക്ലീവേജ് കഴിഞ്ഞാൽ സെൽ ഡിഫറൻഷിയേഷൻ, ദെൻ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്, ദെൻ ടെറാട്ടോളജി ആൻഡ് എക്സ്പെരിമെൻ്റൽ എംബ്രിയോളജി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. അടുത്തത് നമുക്ക് വരുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു 4 മൊഡ്യൂളിലും ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ നിന്നും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ മൊഡ്യൂൾ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് കൂടുതൽ കണ്ടുവരുന്നൊരു ഭാഗം കൂടിയാണ് ഈ ഒരു മൊഡ്യൂൾ 3 വരുന്ന സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി, ജെനറ്റിക്സ്, ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ നമ്മുടെ മൊഡ്യൂൾ 3 നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇതിൽ ഒരുപാട് നമ്മുടെ സെൽ ഓർഗനൽസിനെ കുറിച്ചൊക്കെ നമുക്കിവിടെ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. സെൽ ഓർഗനൽസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓരോ സ്ട്രക്ചർ വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. ഓരോ സെൽ ഓർഗനൽസും അതിൻ്റെ ഡയഗ്രാം വെച്ചിട്ട് തന്നെ പഠിക്കുക. ഓരോന്നിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ദെൻ നെക്സ്റ്റ് ഇവിടെ നമുക്ക് മോളിക്കുലാർ ബയോളജി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ജെനറ്റിക്സ് ആൻഡ് ബയോടെക്നോളജി, പല ജെനറ്റിക് ഡിസോർഡേഴ്സിനെ കുറിച്ചും
ഇത് എപ്പോഴും ഇവിടെ നിന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജെനറ്റിക്സിൽ വരുന്ന ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലേ, ഈ ഒരു ടോപ്പിക്സിൽ വരുന്ന ചില ഓട്ടോസോമൽ അല്ലെങ്കിൽ എല്ലോസോമൽ ഡിസോർഡേഴ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അതിൻ്റെ കാര്യങ്ങളും ഇവിടെ നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ ബയോകെമിക്കൽ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്സിൽ നമുക്ക് ഫിനൈൽ കിറ്റനൂറിയ, ആൽക്കപ്റ്റനൂറിയ, ആൽബിനിസം, ദെൻ ടൈറോസിനോസിസ്, ഇത്രയും ഡിസീസുകളെ കുറിച്ചും പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ ബയോടെക്നോളജി, അതിൽ ഡിഫറെൻറ്റ് ബ്ലോട്ടിംഗ് ടെക്നിക്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അതിൽ പിന്നീട് നമുക്ക് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിനെ കുറിച്ചും നമുക്ക് പഠിക്കാനുണ്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. എന്തായാലും നമുക്ക് അവിടുന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദെൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി. മൊഡ്യൂൾ 3 പിന്നീട് നമുക്ക് ഇമ്മ്യൂണോളജി ആൻഡ് മൈക്രോബയോളജി എന്ന് പറയുന്ന ഭാഗമാണ് വരുന്നത്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ മൊഡ്യൂൾ 4 എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. മൊഡ്യൂൾ 4 നമുക്ക് മെയിനായിട്ട് നമുക്ക് ഇക്കോളജി, ഇത്തോളജി, എവല്യൂഷൻ, സൂജിയോഗ്രഫി, ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 4 പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നില്ല, കാരണം അത്രയും സബ് ടോപ്പിക്സ് ഇതിൽ വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കി എല്ലാവരും നേരത്തെ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം ഇനി ലയനമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനിയൊരു HSA എക്സാം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് വരുന്ന ഒരു HSA എക്സാമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി എല്ലാവരും കൃത്യമായി തന്നെ പഠിക്കുക. നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ HSA നാച്ചുറൽ സയൻസിൻ്റെ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഡെയിലി ടോപ്പിക് റിവിഷൻസ് ലഭിക്കും, പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, ദെൻ Q&A സെഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെ നേരത്തെ തന്നെ പഠനം ആരംഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വരാനിരിക്കുന്ന എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. സോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്